ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ രഥയാത്രയുടെ മാത്രം സ്റ്റോറിയാണ്. കുറേ ഭാഗങ്ങളൊന്നും ഞാൻ വോയിസ് മ്യൂട്ട് ഇടുന്നില്ല. കഴിഞ്ഞ വീഡിയോകളിൽ മിക്സ് ആയിരുന്നു. അമ്പലത്തിൻ്റെ സ്റ്റോറി, അമ്പലം എങ്ങനെ ഉണ്ടായി എന്നൊക്കെയായിരുന്നു. ഇന്ന് രഥയാത്ര എന്തുകൊണ്ട് എങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ റോഡൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഈ റോഡ് ബ്ലോക്കായിരുന്നു. ഓരോ ഏരിയ കവർ ചെയ്യുമ്പോൾ ഓരോ ഏരിയ പോലീസിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് വന്നിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ല, ഈ വോയിസ് മ്യൂട്ട് ഇട്ടില്ല, കാരണം പബ്ലിക്കിൻ്റെ വോയിസും സന്തോഷമൊക്കെ എൻ്റെ ഫ്രണ്ട്സ് കേട്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ പോയി ആദ്യം, പിന്നെ ഇടയ്ക്കൂടെ കയറി ഞങ്ങൾ ഏറ്റവും മുന്നിൽ ചെന്നു. എല്ലാതും വളരെ ഭംഗിയായി കണ്ടു. നമ്മുടെ നാട്ടിൽ പൂരത്തിനൊക്കെ ഉണ്ടാവുന്ന പോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രഥയാത്രയുടെ സ്റ്റോറിയിലേക്ക് വരാം. അതിന് മുമ്പ് നമ്മുടെ ചാനലുകാരെവിടെ കയറിക്കിടുന്നൊക്കെ ഞങ്ങൾ നിന്നോടുന്ന റോട്ടിൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് കാണുന്നത് മുഴുവൻ ചാനലുകാരാണ്. പിന്നെ ഓരോ ജനങ്ങളും ഓരോരുത്തരുടെ സന്തോഷങ്ങളില്ലേ, അവരുടെ ദൈവം എന്താ പറയുക, അവരെ കാണാൻ ഇറങ്ങി വന്ന സന്തോഷത്തിൽ ഇത് നോക്കിയാൽ മെഴുകുതിരി കത്തിച്ച് മേത്തൊക്കെ ഒഴിക്കണം. നമ്മുടെ നാട്ടിലും പലരും കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാലും അങ്ങനെ കണ്ടപ്പോഴേ ഈ വീഡിയോയിൽ ഫുള്ളായി കാണുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ സന്തോഷ പ്രകടനങ്ങളും ഇവിടുത്തെ ഓരോ ആചാരങ്ങളുടെ ഭാഗമായിട്ട് കൊട്ടും പാട്ടും മേളങ്ങളൊക്കെ ഇന്നിട്ടാണ്. അപ്പോൾ രഥയാത്രയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ പിള്ളേരും വെക്കേഷനൊക്കെ ആകുമ്പോൾ നമ്മൾ മാമൻ്റെ വീട്ടിൽ പോകില്ല. അങ്ങനെ കൃഷ്ണനും സുഭദ്രാദേവിയും അതുപോലെ ബലരാമനും അമ്മാവൻ്റെ വീട്ടിൽ താമസിക്കാൻ പോയി. അവിടെ ചെന്ന് ഇവർ പറയുന്നത് ഇങ്ങനെ കുറേ മാങ്ങയും പഴവും എന്താ പറയുക, ഇവിടെ നമ്മുടെ ജാംഫൽ എന്ന് പറയും, ജാമ്പു, അതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഇതാണ് പറയുന്നത്. എന്താ പറയുക, എനിക്കിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാവൽപ്പഴം പറയാൻ കിട്ടണില്ല നമ്മുടെ നാട്ടിലെ പേര്, എന്നാലും പറയാം. അപ്പോൾ അതൊക്കെ കഴിച്ച് എന്താ പറയുക, ഓവറാകുമ്പോൾ നമ്മൾ പറയില്ല അധികമായ അമൃതം വിഷം. അങ്ങനെ കുട്ടികൾ അസുഖം വന്ന് 15 ദിവസം എന്താ പറയുക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങി വീട്ടിൽ പോണതാണ്. അപ്പോൾ തൻ്റെ പ്രജകളെയൊക്കെ കണ്ട് ആ സന്തോഷമാണ്, ഞങ്ങളുടെ ഭഗവാൻ സുഖം പ്രാപിച്ച് വീട്ടിൽ പോകണമെന്നുള്ള ഒരു സന്തോഷമാണ് ഇത് പറയുന്നത്. പിന്നെ വേറൊരു കഥയുണ്ട്, അത് പുരിയിലത്തെയാണ്. അത് ഞാൻ എന്നെങ്കിലും എനിക്ക് പുരിയിൽ പോയി കാണാനും തൊഴാനും ഒക്കെ ഭാഗ്യമുണ്ടെങ്കിൽ അന്ന് ഞാൻ വേറൊരു കഥ ഉള്ളത് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എങ്ങനെയുണ്ട് രഥയാത്ര. ഇന്നേക്ക് ഒരാഴ്ചയായി രഥയാത്ര കഴിഞ്ഞിട്ട്. ലാസ്റ്റ് വീഡിയോ ഇന്നാണ് എനിക്ക് ഇടാൻ പറ്റിയത്, കാരണം സ്കൂളും ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ അറിയാമല്ലോ. പിന്നെ ഈ വണ്ടിയിൽ പോകുമ്പോഴേ ഇവരെ സന്തോഷ പ്രകടനമായിട്ട് ഇവരെ കയ്യിലുള്ള സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, അതുപോലെ കുട്ടികൾക്ക് കളിപ്പാട്ടം, മെയിനായിട്ട് മിഠായികളാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നിൽക്കണവർക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. അങ്ങനെ അതൊക്കെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രസാദം എന്ന് പറയണത് നമ്മുടെ ചെറുപയറില്ലേ, അത് മുളപ്പിച്ചതാണ് കേട്ടോ. ചെറുപയർ മുളപ്പിച്ചത് കൊടുക്കണമെന്ന് വെച്ചാൽ ഇവിടെയുള്ളവർ, നമ്മുടെ കുട്ടികൾക്കൊക്കെ വയ്യാണ്ടായ ഡോക്ടർമാർ പറയുക, നമ്മൾ കഞ്ഞി കൊടുക്കാനൊക്കെ പറയില്ലേ, ഇവിടെയുള്ളവർ പറയും കിച്ചടി വെച്ച് കൊടുക്കാനൊക്കെ പറയുക. കിച്ചടി എന്ന് പറഞ്ഞാൽ കിച്ചടിയിൽ ചെറുപയറൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ഒരു ചോറ് വെക്കുന്നതാണ്. അപ്പോൾ അത് വെച്ച് കൊടുക്കാനാണ് പറയുക. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇതായിട്ടാണ് പയർ മുളപ്പിച്ചത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഈ വീഡിയോ മുഴുവനായി കാണാം. ഈ വണ്ടിയിൽ കണ്ട ഇങ്ങനെ കുറേ വണ്ടികളിൽ ഞാൻ കണ്ടു കുറേ വെട്ടോത്തിയും എന്താ പറയുക കത്തി, കുന്തം ഇങ്ങനത്തെയൊക്കെ വെച്ചിട്ടിട്ട് പോണത്. എന്താണെന്നുള്ളത് പറഞ്ഞാൽ ഇവരുടെ രാജാവ് എന്നുള്ളതല്ല, ഈ റൺചോർ എന്നൊക്കെ പറയുന്നത് കൃഷ്ണനെ പറയുന്നത്, കൃഷ്ണകണയ്യ ലാൽ കി ജയ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ രാജാവ് അവരെ കാണാൻ വരുമ്പോൾ ഫുള്ള് സൈന്യം അവരുടെ ഇതൊക്കെ ആയിട്ട് പോകണമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാതെ ഈ ഒരു ഇത് കണ്ടു. ഈ കലാരൂപത്തിന് എന്താ പേരെന്ന് എനിക്ക് അറിയില്ല, ഞാനത് ചോദിച്ചറിയണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരോട്. അപ്പോൾ ആമ്പിള്ളേരാണ് അങ്ങനെ ചെയ്യുന്നത് കണ്ടത് കേട്ടോ. പക്ഷേ ആദ്യമായിട്ടൊരു പെൺകുട്ടി ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തത്. ഇത് കണ്ടില്ലേ, നമ്മുടെ കൃഷ്ണനെ കൊണ്ടുപോവാണ്. അങ്ങനെ പല പല രൂപങ്ങളും കണ്ടു. കുറേയൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല, കാരണം തിക്കും തിരക്കും ഭയങ്കരമായിരുന്നു. ഏറ്റവും മുന്നിൽ നിൽക്കുമ്പം പിന്നീന്ന് അസാധ്യമായ തള്ളായിരുന്നു. ഒരു വീഡിയോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, കാരണം എൻ്റെ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കറിയുന്നുണ്ടായിരുന്നില്ല, കാരണം കൈ തട്ടിയപ്പോഴേ ഇത് രഥം വന്നു. അങ്ങനെ രഥത്തിൽ നമ്മുടെ കൃഷ്ണനും അതുപോലെ രണ്ടാമത്തെ രഥത്തിൽ നമ്മുടെ സുഭദ്രാദേവി, മൂന്നാമത്തേലാണ് ബലരാമൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോകൾക്ക് ഇതുവരേക്ക് തന്ന ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഷെയറും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണാം.
ഇനി കാണാത്തവരിലേക്ക് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക എൻ്റെ വീഡിയോ കാണാൻ. ഇനി ഏതാണ്, നിങ്ങൾ എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നത് കമൻറ്റിലൂടെ പറയുക. അപ്പോൾ ഞാൻ ഇടുന്നതായിരിക്കും. ഇനിയും കുറേ വീഡിയോസ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. വോയിസ് മ്യൂട്ട് ഇടാണ്ടുള്ള വീഡിയോ ഞാൻ ഇതാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് വോയിസിൻ്റെ ഡിസ്റ്റർബൻസ് വരുന്നു. അത് കാരണം ഞാൻ വീണ്ടും മറ്റേ വോയിസ് മ്യൂട്ട് ഇട്ടിട്ട് ഈ വോയിസ് ഇടുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു വൺസ് അഗെയിൻ.